ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എനിക്ക് ഡിവോഴ്സ് വന്നിട്ട് അവന്തിക നെല്ലിശ്ശേരി ഇറങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എന്നാ പിന്നെ ഞാൻ പറയുന്നത് താൻ കേക്ക്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച്. അത് വേണ്ട. പക്ഷേ ഞാൻ ഈ കുഞ്ഞിന്റെ അമ്മയാണ്. എന്റെ കരുതലും പ്രാർത്ഥനയും മറികടന്ന് അവർക്കൊരിക്കലും എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് പിന്നെ അവർക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ കഴിയുമെന്ന് ധനുഷിന് തോന്നുന്നുണ്ടോ? ചതിയോ, എന്റെ രഹസ്യങ്ങൾ നീ അവളോട് വെളിപ്പെടുത്തുകയാണല്ലേ? എന്നിട്ട് അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ഉപദേശവും കൊടുക്കുന്നു. എന്ന് നോക്കിക്കോ, ആദ്യത്തെ അടികിട്ടാൻ പോകുന്നത് അവക്കല്ല, നിനക്ക് സ്നേഹിക്കോ. അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ഇല്ലാതാകാൻ പോകുന്നത് നിന്റെ കുഞ്ഞാ. എന്റെ കാര്യത്തിൽ മാത്രമല്ല, ധനുഷിനോട് ഇപ്പൊ അവർക്ക് ശത്രുത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സ്ഥിതിക്ക് സ്നേഹയുടെ കാര്യത്തിൽ എന്നെക്കാൾ കൂടുതൽ ശ്രദ്ധ വേണം. ആ ഭയം എനിക്ക് നല്ലതുപോലെയുണ്ട്. ഇത്രയും നാളും അവളുടെ സഹായിയായി നിന്നിട്ട് ഇപ്പൊ എനിക്ക് സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അർച്ചനോടുള്ളതിനേക്കാൾ കൂടുതൽ പക അവൾക്ക് എന്നോടുണ്ട്. ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹയുടെ കാര്യത്തിൽ അർച്ചനയുടെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. എനിക്കും സ്നേഹിക്കും ഇത് പറയാൻ വേറെ ആരുമില്ല. അച്ഛനോടും ഏട്ടന്മാരോടൊക്കെ ഇത് പറഞ്ഞാൽ അത് ഈ വീട്ടിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്നേഹയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. ധനുഷ് അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇത്രയും നാളും കാത്തിരുന്നതും പ്രാർത്ഥിച്ചതും എല്ലാം എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാ. എന്റെ ജീവനും ജീവിതവും എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞിനെ പോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ടതാ ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്ന സ്നേഹയുടെ കുഞ്ഞ്. സ്നേഹയുടെയോ എന്റെയോ കുഞ്ഞിന്റെ കാര്യത്തിൽ അവരെന്തെങ്കിലും ചെയ്യാൻ മുതിർന്നു പിന്നെന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്നെ കൊന്നിട്ട് ജയിലിൽ പോകും പോലും. അതിന് അർച്ചന ഇനിയൊരു ജന്മം കൂടി ജനിക്കണം. ധനുഷേ, എന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുന്ന നിനക്കാ ഞാൻ ആദ്യത്തെ ശിക്ഷ തരാൻ പോകുന്നത്. ആദ്യം ഇല്ലാതാകാൻ പോകുന്നത് നിന്റെ കുഞ്ഞാ. അർച്ചനയുടെ വയറ്റിൽ കുരുത്ത കുഞ്ഞിന്റെ ജാതകമാ നിന്റെ കുഞ്ഞിന്റെ കാലനായി മാറാൻ പോകുന്നത്. നിന്നെ കൊണ്ട് തന്നെ നിന്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കിക്കും. എന്റെ പദ്ധതി എന്താണെന്ന് നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. എല്ലാം കഴിയുമ്പോൾ സ്നേഹയുടെ അർച്ചനയുടെയും വയറ്റിലെ ജീവനുകൾ രണ്ടും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു കഴിഞ്ഞിരിക്കും. അല്ല, നിങ്ങൾ പോയിട്ട് എപ്പോഴാ തിരിച്ചു വരുന്നത്? ഇപ്പോ കുറച്ചു നാളായില്ല അങ്ങോട്ട് പോയിട്ട്. എന്തായാലും 2 ദിവസം അവിടെ നിൽക്കാനാ പ്ലാൻ. മോളെ, നീ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാ ഈ വീട് ഉറങ്ങിയതുപോലെ ആയിപ്പോ. അത് കൊള്ളാം. ഈ വീട്ടിൽ എത്ര പേരുണ്ട്? എല്ലാ തവണയും ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകുമ്പോ അച്ഛൻ ഇത് തന്നെയാ പറയാറ്. പെട്ടെന്ന് തിരിച്ചു വരണം, നീ ഇറങ്ങിക്കഴിഞ്ഞാ ഈ വീട് ഉറങ്ങിപ്പോകുന്നു. നെല്ലിശ്ശേരിയിലെ വേറെ ആര് എങ്ങോട്ട് പോയാലും അച്ഛനാവുന്ന പ്രശ്നമല്ല. താ മാത്രം എങ്ങോട്ടും പോകാൻ പാടില്ല. എവിടെ പോയാലും വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചെത്തണം. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മരുമകളായിട്ട് വന്നെങ്കിലും എനിക്കിവിടെ മകള് തന്നെയാ. ഇവിടെ നോക്കുന്ന പോലെ ഈ വീട് നോക്കാൻ വേറെ ആർക്കും പറ്റില്ല. എനിക്കറിയാം അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. നാളെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം, അതല്ലേ ഉദ്ദേശം? കണ്ടോ, അത് തന്നെ ഞാൻ പറയാൻ വന്നത്. അപ്പോഴേക്കും നിനക്കത് മനസ്സിലായി. മോളെ, നാളെ തന്നെ ഇങ്ങ് പോന്നേക്കണം കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. ശരി. അച്ഛനുള്ള മരുന്ന് ഓരോ നേരത്തെയും ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കഴിക്കേണ്ട സമയം അതിന് പുറത്ത് എഴുതിയും വെച്ചിട്ടുണ്ട്. അനഘ അത് എടുത്ത് തന്നോളൂ. എന്നാ ഞങ്ങൾ പോയിട്ട് രാച്ച.
ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. അർച്ചനെ, നീ പോയിട്ട് വാ. അപ്പോഴേക്കും ഈ നെല്ലിശ്ശേരി വീട് ഞാൻ എന്റേതാക്കി കഴിഞ്ഞിരിക്കും. നന്ദ, എനിക്കാകെ പേടിയാവുന്നുണ്ട്. ഇനി പേടിച്ചിട്ട് എന്താ കാര്യം? പക്ഷേ ഒരു കാര്യത്തിൽ എനിക്കിപ്പോ ആശ്വാസമുണ്ട്. എന്ത് കാര്യത്തില്? ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇനി ആവർത്തിച്ച് അവന്തിയോട് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും നേരിട്ടുണ്ട് മനസ്സിലാക്കില്ലേ? അത് തന്നെ എന്റെയും പേടി. അച്ഛന്റെ മുൻപിൽ ഞാൻ എങ്ങനെ വന്നു നിൽക്കും? വേറെ വഴിയില്ല, വരുന്നതിനെ ഫേസ് ചെയ്തേ പറ്റൂ. അല്ല, ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വെറുതെ ഒരു ഔട്ടിങ്. പിന്നെ ക്ഷേത്രത്തിൽ പോണെന്ന് പറഞ്ഞതോ? ക്ഷേത്രത്തിൽ പോണം. എന്തൊക്കെയാ നന്ദിനി പറയുന്നത്? ആദ്യം ക്ഷേത്രത്തിൽ പോണെന്ന് പറയുന്നു, പിന്നെ ഔട്ടിങ്ങിന് പോണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ക്ഷേത്രത്തിൽ പോകുന്നത് തന്റെ കഴുത്തിൽ ഒരു താലി കെട്ടി തരാനാ. അയ്യടാ, അതിന് ഞാൻ സമ്മതിച്ചത് തന്നെ. ഏ? ആദ്യം എല്ലാം നേരെയാവട്ടെ, എന്നിട്ട് മതി താലികെട്ടലൊക്കെ. ഒരുമിച്ച് ജീവിക്കാൻ താലി കെട്ടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നന്ദന്റെ ഭാര്യയാവുമ്പോ ഒരു താലി കഴുത്തിൽ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് പക്ഷേ നന്ദന്റെ മറ്റൊരു ഭാര്യ ഉള്ളപ്പോ ആവാൻ പാടില്ല. നിയമപരമായി ആ ബന്ധം വേർപെടുത്തിയതിനു ശേഷം മാത്രമേ എന്റെ കഴുത്തിലെ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കൂ. എന്നാ പിന്നെ ഈ ജന്മത്ത് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഡിവോഴ്സ് തന്നിട്ട് അവന്തിക നെല്ലിശ്ശേരി ഇറങ്ങിപ്പോകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എന്നാ പിന്നെ ഞാൻ പറയുന്നത് താൻ കേക്ക്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച്. അത് വേണ്ട. ഞാൻ നന്ദന്റെ കൂടെ തന്നെ ഇല്ലേ? നന്ദൻ എന്റെ കൂടെയും ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അവന്തിക ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുത് നന്ദൻ പറഞ്ഞതുപോലെ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി സന്തോഷമായിട്ട് തിരിച്ചു വരാം. അതുപോരെ? ശരി, സന്ധ്യയുടെ ഇഷ്ടം പോലെ ആവട്ടെ. പക്ഷേ ഞാനിത് പറഞ്ഞില്ല എന്ന് താൻ ഇനി പറയുന്നു.